ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ന്യൂ വീഡിയോ. അപ്പോൾ നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ഫേസ് പാക്ക് അല്ലെങ്കിൽ ഒരു ഫേസ് മാസ്ക് ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഭയങ്കര വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഇത്. നമുക്കതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാലോ. ഞാനും ഇത് ഇന്ന് ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഇത് ആദ്യം യൂസ് ചെയ്തിട്ടോ ഒന്നുമില്ല, ഫസ്റ്റ് ടൈം ഇന്ന് യൂസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇത് മെയിനായിട്ട് ഈ ഫേസ് മാസ്ക് പറയുന്നത് നമ്മുടെ ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ്, ഫേഷ്യൽ ഹെയർ ഒക്കെ കുറച്ചുള്ളവർക്ക് അത് കുറയുന്നു, അതൊക്കെയാണ് പറയുന്നത്. പിന്നെ കുറച്ചൊരു ഗ്ലോ കിട്ടുന്നു. അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഫസ്റ്റ് നമുക്ക് എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് വേണ്ടതെന്ന് കാണാം. അപ്പോൾ നമുക്ക് ഫേസ് പാക്ക് തയ്യാറാക്കാം. അപ്പോൾ ഫസ്റ്റ് ഫേസ് പാക്ക് തയ്യാറാക്കാൻ വേണ്ട ഫസ്റ്റ് ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഐറ്റമാണ് മുട്ട. മുട്ട എന്ന് പറയുമ്പം കംപ്ലീറ്റ്ലി മുട്ട വേണ്ട, മുട്ടയുടെ വൈറ്റാണ് നമുക്ക് വേണ്ടത്. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം മുട്ടയുടെ വൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിന് ഭയങ്കര അടിപൊളിയാണ്. നമ്മുടെ സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി ഇമ്പ്രൂവ് ചെയ്ത് നമ്മുടെ ഏജിങ് എലാസ്റ്റിസിറ്റി ഇമ്പ്രൂവ് ചെയ്യുമ്പം നമ്മുടെ ഏജിങ് കുറയും. അപ്പോൾ ആൻറ്റി ഏജിങ് കപ്പാസിറ്റി ഉള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണ് ഈ നമ്മുടെ മുട്ടയുടെ വെള്ള എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഫേസ് പാക്കിലേക്ക് ഫസ്റ്റ് ആയിട്ടുള്ള ഐറ്റമാണ് മുട്ടയുടെ വൈറ്റ്. അപ്പോൾ നമുക്ക് അതൊന്നും എടുക്കാം. അപ്പോൾ നമുക്ക് മുട്ടയുടെ വെള്ള എടുക്കാം. മുട്ടയുടെ മഞ്ഞ വരാതെ സൂക്ഷിക്കുക, വൈറ്റ് മാത്രമാണ് നമുക്ക് ആവശ്യം. മുട്ടയുടെ വൈറ്റാണ് നമ്മുടെ ഹെയറിനും സ്കിന്നിനും ഒക്കെ അടിപൊളി. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടി ഉള്ളതാണ് മുട്ടയുടെ വൈറ്റ്. സ്കിന്നിൻ്റെ എലാസ്റ്റിസിറ്റി ഇമ്പ്രൂവ് ചെയ്യും. പിന്നെ നമ്മുടെ അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോഫി പൗഡർ, സ്കിന്നിന് ഭയങ്കര എക്സ്ഫോളിയേറ്റിംഗ് എഫക്റ്റ് തരുന്ന ഒരു സാധനമാണ് ഈ കോഫി പൗഡർ എന്ന് പറയുന്നത്. പിന്നെ ടേമറിക് പൗഡർ, മഞ്ഞൾ. നമ്മൾ കാലങ്ങളായിട്ട് സ്കിൻ വൈറ്റനിങ്ങിനും സ്കിൻ ബ്രൈറ്റൻ ആവാനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് മൂന്നും കൂടെ ചേരുമ്പം തന്നെ നമുക്കറിയാം നല്ലൊരു അടിപൊളി പാക്കായിരിക്കുന്നു. ഇതുപോലൊരു കുഴമ്പ് പരുവത്തിൽ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ട് വേണം ഫേസിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് അവർ വൈറൽ ഫേസ് മാസ്ക്, ആ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനി മുഖത്തേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ മുഖത്തേക്ക് എന്ത് പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേയും നമ്മൾ ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്യുക. അപ്പോൾ ഞാൻ ഓൾറെഡി ക്ലെൻസ് ചെയ്തതിന് ശേഷമാണ് വന്നേക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ക്ലെൻസ് ചെയ്തതിന് ശേഷം മാത്രം എന്ത് പാക്ക് യൂസ് ചെയ്യുകയാണെങ്കിലും ചെയ്യാം കേട്ടോ. അതൊരു ടിപ്പാണ്. സോ നമുക്കിത് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാൻ ടീഷർട്ട് ഒന്ന് മാറ്റി, കാരണം മറ്റേതിൻ്റെ മുകളിൽ കറയുന്നതിന് കളർ നിങ്ങൾ കണ്ടല്ലോ, അഥവാ പോയില്ലെങ്കിൽ വെറുതെ എന്തിനാ. ഓക്കെ അല്ലേ? അപ്പം നമുക്ക് ഇത് റൂമിൽ നിന്നാണെങ്കിൽ പിന്നെ നമുക്ക് തന്നെ ഇരട്ടിപ്പണിയായിരിക്കും. അപ്പം നമുക്ക് വാഷ്റൂമിലേക്ക് പോകാം. അപ്പോൾ നമുക്കിതിൻ്റെ ഫസ്റ്റ് ലെയർ അപ്ലൈ ചെയ്യാം. നമ്മുടെ സ്കിന്നിൽ എല്ലാവരുടെയും വരുന്ന രീതിയിൽ ഫസ്റ്റ് ലെയറാണ് നമ്മൾ ചെയ്യുന്നത്. ഒരുപാട് കട്ടിക്ക് തേക്കണമെന്നില്ല, കുറച്ചൊരു ലൈറ്റായിട്ട് ഒരു ലെയർ പോലെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് കണ്ടൻറ്റിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് മെയിനായിട്ടുള്ളത് കോഫി പൗഡർ എന്ന് പറയുന്നത് ഭയങ്കര ഒരു എക്സ്ഫോളിയേറ്റിംഗ് എഫക്റ്റ് തരുന്നൊരു സാധനമാണ്. നമ്മുടെ സ്കിന്നിലെ ഡെഡ് ടിഷ്യൂസിലേക്കൊക്കെ കയറി ചെന്ന് നമ്മുടെ സ്കിന്നിൻ്റെ ഇമ്പ്യൂരിറ്റീസൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു സാധനമാണ് ഈ കോഫി പൗഡർ എന്ന് പറയുന്നത്. ആൻഡ് ഇൻസ്റ്റൻറ്റ് ഗ്ലോ നമുക്ക് തരും കോഫി പൗഡർ മാത്രം വെച്ച് ചെയ്താൽ തന്നെ ഇൻസ്റ്റൻറ്റ് ഗ്ലോ തരുന്ന ഒരുപാട് റിസൾട്ടുകൾ നമുക്കറിയാം. ആൻറ്റി ഓക്സിഡൻറ്റ് കപ്പാസിറ്റി ഉള്ള ഒരു സാധനമാണ് നമ്മൾ യൂസ് ചെയ്യുന്ന കോഫി പൗഡർ എന്ന് പറയുന്നത്. പിന്നെ അടുത്ത മഞ്ഞൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെറുപ്പം മുതലേ, ഇപ്പോഴാണ് ഇതുപോലത്തെ ഒരുപാട് വെറൈറ്റി മാസ്കുകളും സാധനങ്ങളൊക്കെ ഇറങ്ങി. പക്ഷെ ചെറുപ്പം മുതലേ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് മഞ്ഞൾ എന്ന് പറയുന്നത്. വെളുക്കാൻ വേണ്ടി തേക്കാൻ മഞ്ഞൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ശരിക്കും മഞ്ഞൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മഞ്ഞൾ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിലെ മൈക്രോ സർക്കുലേഷൻ ഇമ്പ്രൂവ് ആവും. അങ്ങനെ നമ്മുടെ സ്കിന്നിലേക്ക് ഒരു കോംപ്ലക്ഷൻ, അങ്ങനെയാണ് നമ്മുടെ സ്കിന്നിൻ്റെ മൈക്രോ സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്താണ് നമ്മുടെ സ്കിന്നിലൊരു കോംപ്ലക്ഷൻ കൂടുന്നത്, അല്ലെങ്കിൽ നമ്മളൊന്ന് ബ്രൈറ്റ് ആയെന്ന് നമുക്ക് തോന്നുന്നത്. നല്ല അടിപൊളിയാണ്. അതുപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ മുട്ടയുടെ വൈറ്റും നമ്മുടെ സ്കിന്നിൽ യൂസ് ചെയ്യുന്ന അടിപൊളിയാണ്. ഈ മുട്ടയുടെ വൈറ്റ് നമുക്ക് ഹെയറിലും നല്ല കേട്ടോ, ഹെയർ ഗ്രോത്തൊക്കെ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യും ഈ മുട്ടയുടെ വൈറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. അങ്ങനെ നമുക്കിത് ഫസ്റ്റ് ലെയർ നമ്മൾ യൂസ് ചെയ്തു. എന്ത് ചെയ്യുമ്പോഴും കഴുത്തിലേക്കും കൂടെ ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ കഴുത്തിലേക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ടിഷ്യൂ പേപ്പറാണ്, രണ്ട് ടിഷ്യൂ പേപ്പർ ഇങ്ങനെ നാലായിട്ട് കട്ട് ചെയ്തേക്കാണ്. ഇത് വേണമെങ്കിൽ കുഞ്ഞതാക്കാം, നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ച് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ആക്കാം. അപ്പോൾ നമുക്കിത് നമ്മുടെ ഈ പാക്കിൻ്റെ മുകളിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം.
നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ചിട്ട് ടിഷ്യൂ പേപ്പർ ചെറുതാക്കുകയും വലുതാക്കുകയൊക്കെ ചെയ്യാം. ഞാനത് വീണ്ടും ചെറുതാക്കി ഞാനിവിടെ സൈഡിൽ കൊള്ളുന്ന രീതിയിൽ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുത്തു. ജസ്റ്റ് ഒന്ന് അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് നമ്മൾ ഫസ്റ്റ് അപ്ലൈ ചെയ്ത ആ പാക്കിലേക്ക് അങ്ങോട്ട് നന്നായിട്ട് അലിഞ്ഞ് ചേർന്നോളും. അങ്ങനെ ഫേസ് ഫുൾ കവറാക്കി വെച്ച് കൊടുക്കുകയാണ്. എവിടേക്കാന്നല്ല കംപ്ലീറ്റ്ലി വെച്ച് കൊടുക്കണം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ മൂക്കിലാണ് കുറച്ച് കൂടുതലുള്ളത്. അപ്പം മൂക്കിലും പിന്നെ ചുണ്ടിൻ്റെ താഴെ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക. ഒരു സ്ഥലവും വിട്ടുപോകാതിരിക്കുക. നമ്മൾ ഈ ചുണ്ടിൻ്റെ തൊട്ട് മേലൊക്കെ വിട്ടുപോകാൻ ചാൻസ് ഉണ്ട്. നമ്മൾ സാധാ ഒരു മാസ്ക് അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ, പക്ഷെ മാസ്ക് ഒറ്റയായിരിക്കും. ഇത് പീസാക്കിയിട്ട് എല്ലാവരുടെയും നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ, ഈ ടിഷ്യൂ പേപ്പർ. അടുത്തതാണ് ഈ നമ്മൾ വെച്ച ടിഷ്യൂ പേപ്പറിലേക്ക് നമുക്ക് ബാക്കിയുള്ള പാക്ക് വീണ്ടും ഈ ടിഷ്യൂ പേപ്പറിൻ്റെ മുകളിലേക്ക് എല്ലായിടത്തേക്കും ഒന്ന് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതുപോലെ നമ്മളെല്ലാ വൈറ്റ് കാണുന്നിടത്തേക്ക് എല്ലായിടത്തേക്കും നമ്മുടെ ഈ പാക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്യുക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കിന്നിലേക്ക് നന്നായിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് സംഭവം. ഈ ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്കിന്നിൽ കുറച്ച് നേരം കൂടെ വെച്ച് ഒന്ന് സ്ട്രെങ്ത്ത് കൂട്ടിയിട്ട് കുറച്ച് നേരം കൂടെ വെച്ച് നമ്മൾ ആ ടിഷ്യൂ പേപ്പർ പറിച്ചെടുക്കുമ്പം നമ്മുടെ ഇമ്പ്യൂരിറ്റീസൊക്കെ വരും എന്നാണ് ഇതിൻ്റെ ഒരു ബാക്കിലുള്ള റാഷണൽ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മൾ അത് അപ്ലൈ ചെയ്തു. പ്രത്യേകം നമ്മളിങ്ങനത്തെ പാക്കുകളൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംസാരിക്കാതെ ഇരിക്കുക. കാരണം നമുക്ക് ഇത് ഭയങ്കര ഡ്രൈ ആകുമ്പോൾ പിന്നെ നമ്മുടെ മുഖത്ത് ചുളിവ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ നമുക്ക് സംസാരിക്കാനും ഭയങ്കര പാടായിരിക്കും. അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ അടുത്ത ലെയർ ഓഫ് ടിഷ്യൂ പേപ്പറും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അത് ഇതുപോലെ തന്നെ എല്ലാ ലെയറും കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുക കേട്ടോ. ഇത് ഞാൻ അപ്ലൈ ചെയ്തിട്ട് ഞാൻ കണ്ട വീഡിയോസൊക്കെ ഇങ്ങനെ പറഞ്ഞേക്കണത് 30 മിനിറ്റ്സ് ഒക്കെയാണ്. പക്ഷേ എനിക്കൊരു 50 മിനിറ്റോളം എടുത്തു, 1 മണിക്കൂറിൻ്റെ അടുത്തോളം എടുത്തു. കാരണം ഇത് നന്നായിട്ട് ഉണങ്ങിയാലേ ഇതിൻ്റെ എഫക്റ്റ് വരുള്ളൂ. ഇത് ഉണങ്ങാതെ നമ്മളിത് പറിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് യാതൊരു രീതിയിലുള്ള എഫക്റ്റും ഇതിന് വരില്ല. കാരണം ഇത് നന്നായിട്ട് ഡ്രൈ ആയി നമ്മുടെ സ്കിന്നിൻ്റെ അവിടുന്ന് നമ്മുടെ ഈ ഇമ്പ്യൂരിറ്റീസ് വലിച്ചെടുക്കുന്ന ആ ഒരു ഇതാണ് ഇതിനുള്ളത്. അപ്പം നന്നായിട്ട് വെയിറ്റ് ചെയ്യുക കേട്ടോ. കുറച്ച് ടൈം എടുത്ത് തന്നെ ചെയ്യേണ്ടതാണ്. ഞാൻ ഏകദേശം ഞാൻ പറഞ്ഞല്ലോ ഒരു 55 മിനിറ്റോളം തന്നെ വെയിറ്റ് ചെയ്തു. അങ്ങനെ നമ്മളിത് ഫുൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. സാധനം നന്നായിട്ട് തന്നെ ഡ്രൈ ആയി. ഇപ്പോൾ എനിക്ക് മിണ്ടാനോ ചിരിക്കാനോ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ചിരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു. കാരണം ഭയങ്കരമായിട്ട് ഡ്രൈ ആയി കേട്ടോ. അപ്പോൾ നമുക്ക് മുഖം ഇങ്ങനെ ഒന്നും ആക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്നിട്ട് ഞാനിത് പറിച്ചെടുക്കുകയാണ്. സത്യം പറഞ്ഞാൽ കുറച്ച് വേദന ഉണ്ടായിരുന്നു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ചെവിയുടെ അവിടെയൊക്കെ നമുക്ക് കുറച്ച് രോമം ഉണ്ടല്ലോ, ഈ ഹെയർ ഉള്ളത് കൊണ്ട് ആ ഹെയറിൻ്റെ അവിടെ നിന്ന് വലിക്കുമ്പോൾ നന്നായിട്ട് ഉണങ്ങിയോണ്ട് അത്യാവശ്യം നമുക്ക് ആ ഒരു ഹെയർ റിമൂവ് ആവുന്നതിൻ്റെ ഒരു വേദന ഉണ്ടായിരുന്നു. പിന്നെ ഫേസിലേക്ക് വരുമ്പോൾ അത്ര പ്രശ്നം ഉണ്ടായില്ല. മൂക്കിൻ്റെ അവിടെയും കുറച്ച് വേദന ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ പറയുകയാണെങ്കിൽ എനിക്കിത് എഫക്റ്റീവ് ആയോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു എൻ്റെ മുഖത്ത് ഒരുപാട് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഇല്ല. പക്ഷെ എനിക്കൊരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ ശരിക്കും ഫീൽ ചെയ്തു. അതുപോലെ തന്നെ സ്കിന്ന് ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആയ പോലെയും തോന്നി. പിന്നെ നമ്മുടെ ഈ മൂക്കിലുണ്ടായ ആ വൈറ്റ് ഹെഡ്സ്, ബ്ലാക്ക് ഹെഡ്സ് എനിക്ക് കുറവാണ്, വൈറ്റ് ഹെഡ്സ് ഒന്ന് പൊങ്ങി വന്നു. ഞാൻ കുറേ വീഡിയോയിൽ കണ്ടത് ഇതിൻ്റെ കൂടെ തന്നെ പോരുന്നു എന്ന് കണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ വരാതെ നമുക്ക് ഈ വൈറ്റ് ഹെഡ്സ് മൂക്കിൻ്റെ അവിടെ നിന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോരുന്ന രീതിയിൽ പൊങ്ങി വന്നു. അപ്പം അത് കുറച്ചൊരു നല്ലൊരു എഫക്റ്റാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ പ്ലസ് നല്ല സ്കിൻ സോഫ്റ്റ് ആവുകയും ചെയ്തു കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു എഫക്റ്റീവ് പാക്ക് തന്നെയായിരുന്നു ഇത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്ത് പാക്ക് ഇടുന്നതിന് മുന്നേ നമ്മൾ ഫേസ് വാഷ് വെച്ചിട്ട് നന്നായിട്ട് ക്ലെൻസ് ചെയ്യണം. പിന്നെ അന്നും ഞാൻ ഇപ്പം തന്നെ നൈറ്റ് ഇടുകയാണെങ്കിൽ ഞാൻ പിറ്റേന്ന് മോർണിംഗേ സാധാരണ ക്ലെൻസ് ചെയ്യാറുള്ളൂ. നൈറ്റിലൊന്നും ഈവനിങ് ഇടുകയാണെങ്കിൽ പോലും നൈറ്റിലും ക്ലെൻസ് ചെയ്യാറില്ല. ഒരു എഫക്റ്റ് പോകും എന്നുള്ളൊരു എന്തോ എനിക്കറിയില്ല. പിന്നെ മെയിനായിട്ട് മോയ്സ്ചറൈസ് ചെയ്യുക അതിന് ശേഷം. കാരണം ഈ കോഫി പൗഡർ ആണെങ്കിലും മഞ്ഞളാണെങ്കിലും ഒക്കെ നമ്മുടെ സ്കിൻ അത്യാവശ്യം ഡ്രൈ ആക്കും. ഇത് നമ്മുടെ ഓയിൽ കണ്ടൻറ്റ് നന്നായിട്ട് റിമൂവ് ചെയ്യിപ്പിക്കും. അപ്പം അത്യാവശ്യം നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യുക കേട്ടോ ഇതിന് ശേഷം. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ നമ്മൾ ഫേസൊക്കെ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എനിക്കറിയില്ല. ആ ഒരു ഗ്ലോ ശരിക്കും ഭയങ്കര ഒരു ഗ്ലോ അല്ല, ഒരു എനിക്കറിയില്ല മഞ്ഞൾ ഇട്ടത് കൊണ്ടാണോ അല്ലെങ്കിൽ കോഫി പൗഡറൊക്കെ ഗ്ലോ ആക്കും, പക്ഷെ മഞ്ഞളിൻ്റെ ഒരു എഫക്റ്റ് ആണോ എന്തുകൊണ്ടാണെന്നറിയില്ല, ഭയങ്കര ഒരു ഗ്ലോ ഉണ്ട്. അപ്പം അതുപോലെ തന്നെ കംപ്ലീറ്റ്ലി എനിക്ക് ടിഷ്യൂ പേപ്പറിൻ്റെ കൂടെ നമ്മുടെ വൈറ്റ് ഹെഡ്സ് ഒന്നും പോകുന്നില്ല കേട്ടോ. അങ്ങനെ ഞാൻ കുറേ വീഡിയോസ് കണ്ടു വൈറ്റ് ഹെഡ്സ് ടിഷ്യൂ പേപ്പറിൽ ഇങ്ങനെ പറയ്ക്കുമ്പം പോരുന്നത്, പക്ഷെ അങ്ങനെ പോകുന്നില്ല. പക്ഷേ എൻ്റെ വൈറ്റ് ഹെഡ്സൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നു. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോരാവുന്ന രീതിയിൽ നന്നായിട്ട് പൊങ്ങി വന്നു. അപ്പം അതൊരു അടിപൊളിയാണ്. അതുപോലെ തന്നെ നല്ലൊരു ഗ്ലോയിങ് എഫക്റ്റും ഉണ്ട്.
അപ്പം എനിക്ക് തോന്നുന്നു ഇത് സത്യം പറഞ്ഞാൽ ഇത് സക്സസ്ഫുള്ളാണ്. നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ഉണ്ടോ? അതിൽ കാണുന്നുണ്ടോ? ഓക്കെ. അപ്പം എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഒരു നല്ലൊരു എക്സ്ഫോളിയേറ്റിംഗ് മാസ്ക് തന്നെയാണിത്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ആരെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എന്താണ് നിങ്ങൾക്ക് കിട്ടിയ എഫക്റ്റ് എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫ്രം ഹേറ്റ് സബിത സംഗീത്. ബൈ.